ഇങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. എല്ലാവർക്കും വന്ധ്യതാ ചികിത്സയുടെ സഹായം വേണ്ടി വരില്ല. 6 ഒരാൾക്ക് വന്ധ്യതാ ചികിത്സയുടെ സഹായം വേണ്ടി വരും. സാധാരണ ലൈംഗിക ജീവിതത്തിലൂടെ പ്രഗ്നൻസി കിട്ടും. അതാകാത്തവർക്ക് ചികിത്സ തേടും. ചികിത്സ തേടിയാലും അവർക്ക് നോർമലായിട്ടുള്ള ലൈംഗിക ജീവിതത്തിലൂടെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവും. എന്നാൽ ചിലരിൽ അവർക്ക് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭ്രൂണം ഉണ്ടാകുന്നതിനെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് IUI, ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. എന്താണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ? ഇതാണ് വജൈന. ഇവിടെയാണ് ബീജാണുക്കൾ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം. ഈ ബീജാണുക്കൾ യൂട്രസിൻ്റെ മുഖഭാഗത്തൂടെ കയറി ട്യൂബിൽ വരും. ഓവറിയിൽ നിന്ന് വരുന്ന അണ്ഡം ഈ ട്യൂബിൽ വരും. ഈ ട്യൂബിലാണ് അണ്ഡവും ബീജവും തമ്മിൽ സംയോജിക്കുന്നത്. ഈ ഓവറിയിൽ ധാരാളം ആയിരക്കണക്കിന് ഫോളിക്കിളുകളുണ്ട്. ഈ ഒരു ഫോളിക്കിള് മാസം തോറും വളരും. തലച്ചോറിൽ നിന്ന് വരുന്ന ഹോർമോണുകളുടെ പ്രഭാവത്തിലാണ് ഈ ഓവറിയിൽ നിന്നുള്ള അണ്ഡം വളരുന്നത്. നോർമലി ഒരു ഓവറിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആയിരക്കണക്കിന് ഫോളിക്കിളുണ്ടാവും. അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഈ ഫോളിക്കിൾ പൊട്ടിയിട്ട് എഗ്ഗ് വെളിയിൽ വരും. അപ്പോൾ ഉണ്ടാകുന്ന കെമിക്കലുകളുടെ പ്രഭാവത്തിൽ ഈ ട്യൂബിൻ്റെ ഫിംബ്രിയ എന്ന ഭാഗം നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഈ അണ്ഡത്തെ ആവഹിക്കും. ബീജാണുക്കൾ ഈ ട്യൂബിനുള്ളിലേക്ക് കയറും. ഈ ട്യൂബിനുള്ളിൽ നമ്മുടെ സീലിയ ഉണ്ട്. സീലിയ എന്ത് ചെയ്യും? അണ്ഡത്തെയും ബീജത്തെയും തമ്മിൽ തഴുകി യോജിപ്പിക്കും. അണ്ഡം പൊട്ടി വിസർജിക്കപ്പെട്ടാൽ 24 മണിക്കൂർ അതിന് ജീവനുണ്ട്. പുരുഷ ബീജാണുക്കൾക്ക് യോനി മുഖത്തും യൂട്രസിൻ്റെ മുഖഭാഗത്തും ഇവിടെയും 72 മണിക്കൂറോളം ജീവിക്കാം. അപ്പം നമ്മൾ ഈ പടത്തിൽ വ്യക്തമായി കാണുന്നത് പോലെ ഇതിലേ കൂടി പോകുന്ന അണ്ഡത്തെ ഇതിലേ കയറി വരുന്ന ബീജാണുക്കൾ ഈ ട്യൂബിൽ വെച്ച് സംയോജിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഈ കോശങ്ങൾ വിഭജിക്കാൻ തുടങ്ങുകയാണ്. ആ വിഭജിച്ച ഭ്രൂണം ഏകദേശം 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ യൂട്രസിനുള്ളിലെ ഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിച്ച് വളരും. ഇങ്ങനെയാണ് ആരോഗ്യമുള്ളൊരു ഭ്രൂണമുണ്ടാവുന്നത്. എന്നാൽ ചിലരിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബീജാണുക്കളെ നമ്മൾ വാഷ് ചെയ്ത്, നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ വാഷ് ചെയ്ത് അതിൽ ഏറ്റവും നല്ല ബീജാണുക്കളെ എടുത്ത് നമ്മൾ യൂട്രസിനുള്ളിലേക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. ഇതിനാണ് നമ്മൾ IUI എന്ന് പറയുന്നത്. അടുത്താണ് ടെസ്റ്റ് ബേബി ചികിത്സ. ടെസ്റ്റ് ബേബി ചികിത്സയിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇവിടെ നിന്നുള്ള അണ്ഡത്തെ വെളിയിലെടുത്ത് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ പുരുഷ ബീജവുമായിട്ട് സംയോജിപ്പിച്ച് ഭ്രൂണമാക്കി തിരിച്ച് യൂട്രസിനുള്ളിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഏത് രീതിയിലുള്ള ചികിത്സാ മാർഗമാണെങ്കിലും അണ്ഡത്തിൻ്റെ നിലവാരവും പുരുഷ ബീജത്തിൻ്റെ നിലവാരവും വളരെ പ്രാധാന്യമുള്ളതാണ്. നാം മനസ്സിലാക്കണം, ഒരു കൗമാരപ്രായം മുതൽ സ്ത്രീയുടെ ഗർഭപാത്രവും അണ്ഡാശയവും എല്ലാ മാസവും പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ഈ അണ്ഡം വിസർജിക്കപ്പെട്ടാൽ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ആ ട്യൂബിൻ്റെ ഫിംബ്രിയ എന്ന ഭാഗം അണ്ഡത്തെ ട്യൂബിനുള്ളിലേക്ക് കടത്തും. അപ്പോൾ നമ്മൾക്ക് പ്രഗ്നൻസി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഓവറിയിൽ നിന്ന് ആരോഗ്യമുള്ള അണ്ഡം വേണം. അതിനെന്തു വേണം? ഓവറിക്ക് പ്രതികരണ ശേഷി ഉണ്ടാവണം. ഓവറിയുടെ പ്രതികരണ ശേഷി കുറഞ്ഞാലോ തലച്ചോറിൽ നിന്ന് ഓവറിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവിൽ വൈകല്യമുണ്ടായാലോ എന്ത് പറ്റും? അണ്ഡത്തിൻ്റെ നിലവാരം കുറയും. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടത് മനസ്സിലാക്കി തരാം. നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പല ചേരുവകൾ വേണം. ആ ചേരുവകൾ നല്ലതാണെങ്കിലേ കേക്ക് രുചികരമാകുകയുള്ളൂ. അപ്പോൾ ചേരുവകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ആ ബേക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് പോലെ ഓവറിക്ക് ആരോഗ്യമുള്ള അണ്ഡം ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവ് വേണം. തലച്ചോറിൽ നിന്ന് ഓവറിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവ് ശരിയായ തോതിലാവണം. അതുമാത്രം പോരാ, നമ്മൾ ഈ പടത്തിൽ കണ്ടു ആ ട്യൂബിൻ്റെ അറ്റം അണ്ഡത്തെ ആവഹിക്കുന്നത്. ആ ട്യൂബിൻ്റെ അറ്റം ഫ്രീ ആയിരിക്കണം. ആ ട്യൂബിൻ്റെ അറ്റം എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരുന്നാൽ അണ്ഡത്തെ ആവഹിക്കുവാൻ ട്യൂബിന് പറ്റാതെ വരും. ട്യൂബിന് വീക്കമുണ്ടാകുന്ന അവസരങ്ങളിൽ ട്യൂബ് മറ്റ് ആന്തരികാവയവങ്ങളുമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എൻഡോമെട്രിയോസ് എന്ന അവസ്ഥയിൽ നമ്മൾ ഈ പടത്തിൽ നമുക്ക് കാണാം. എൻഡോമെട്രിയോസ് എന്ന അവസ്ഥയിൽ
ട്യൂബും ഓവറിയും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അണ്ടവിസർജനം നടന്നാലും ട്യൂബിന് അണ്ടത്തെ പിക്കപ്പ് ചെയ്യാൻ പറ്റാതെ വരും. ഈ ഭ്രൂണം നമ്മൾ പടത്തിൽ കാണുന്നത് പോലെ വിഭജിച്ച് ഒരു കുഞ്ഞായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ഭ്രൂണവും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞാകുകയുള്ളൂ. നമ്മൾ ആ കുഞ്ഞിൻ്റെ വളർച്ച നമ്മൾ ശ്രദ്ധിച്ചാൽ ആ ഭ്രൂണം ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുമെന്ന് നമ്മൾ പറഞ്ഞു. ക്രമേണ അതിനകത്ത് വിഭജനം നടക്കുകയാണ്. ആദ്യത്തെ സിസ്റ്റം ഉണ്ടാകുന്നത് കുഞ്ഞിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം, രക്തധമനികളാണ്. അവിടെ നമ്മൾ ഏർലി ഒരു 6 ആഴ്ച ആകുമ്പം തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ നെഞ്ചിരിപ്പും അവിടെയുള്ള ധമനികളും നമുക്ക് കാണുവാൻ കഴിയും. ക്രമേണ കുഞ്ഞവിടെ വളരുകയാണ്. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ ഒരു 10 ആഴ്ചയാകുമ്പോൾ ഏകദേശം ഒരു മനുഷ്യരൂപം കുഞ്ഞിനെ ലഭിക്കും. ഒരു 10 മുതൽ 14 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിൻ്റെ തലച്ചോറ്, കുടല്, ധമനികൾ ഒക്കെ വളരാൻ തുടങ്ങും. നമ്മൾ കുഞ്ഞിനെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കുഞ്ഞിൻ്റെ കണ്ണ്, കുഞ്ഞിൻ്റെ തലച്ചോറിൽ നിന്നുള്ള വളർച്ചയെല്ലാം ഉണ്ടാവും. അപ്പോൾ കുഞ്ഞിന് ക്രമേണ കേൾക്കുവാനുള്ള ആ ഒരു കഴിവുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം കുഞ്ഞ് വളരെ സ്വതന്ത്രമായി ഈ 10 മാസം അമ്മയുടെ വയറിനുള്ളിൽ സുരക്ഷിതമായിട്ട് ലായനിക്കുള്ളിൽ തുടിച്ച് നടക്കുകയാണ്. ഇന്നത്തെ ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കുഞ്ഞ് അമ്മയെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഒരമ്മയ്ക്ക് തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ കഴിയും. അമ്മ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞ് കേൾക്കും എന്ന് തെളിയിക്കുന്ന ചില പഠനങ്ങൾ ഉണ്ടത്രേ. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് ഗർഭകാലത്ത് മാനസികമായിട്ടുള്ള ആരോഗ്യം സ്ത്രീക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, മാനസിക പ്രശ്നങ്ങളൊക്കെ കുഞ്ഞിൻ്റെ വളർച്ചയെ പിന്നീട് ബാധിക്കാം എന്ന് വെളിവാക്കുന്ന ചില പഠനങ്ങളുണ്ട്. ഏകദേശം 14 ആഴ്ച ആയി കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞ് പൂർണ്ണമായിട്ടൊരു മനുഷ്യരൂപത്തിൽ എത്തും. അപ്പോൾ ഈ സമയത്ത് കുഞ്ഞിൻ്റെ റിഫ്ലക്സുകൾ, അതായത് കുഞ്ഞിൻ്റെ ആ ബോഡി മൂവ്മെൻറ്റ്സ്, ഞരമ്പുകൾ അനുസരിച്ച് മസിലുള്ള പ്രവർത്തനം ഒക്കെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം വന്ധ്യതയുടെ കാരണങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, അണ്ടത്തിൻ്റെ നിലവാരം, അവിടെ ഓവറിയുടെ പ്രവർത്തനക്ഷമത, തലച്ചോറിൽ നിന്ന് ഓവറിയെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവിലുള്ള വൈകല്യങ്ങൾ, പുരുഷ ബീജാണുക്കളുടെ ഘടനയിലുള്ള വൈകല്യങ്ങൾ, പ്രവർത്തനക്ഷമതയിലുള്ള വൈകല്യങ്ങൾ, ട്യൂബിൻ്റെ പ്രവർത്തനത്തിലെ വൈകല്യങ്ങൾ, ഗർഭാശയ ആവരണത്തിന് ഭ്രൂണത്തെ വളർത്തുവാനായിട്ടുള്ള കഴിവ് കുറവ്. നമ്മൾ ഈ പടത്തിൽ കാണുന്ന പോലെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഈ ഭ്രൂണം ഗർഭാശയ ആവരണത്തിലെത്തുമ്പോൾ അത് അതിൻ്റെ ആ കവറിങ് കളഞ്ഞിട്ട് അത് ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് വളരുകയാണ്. ഇതിനാണ് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ ഹാച്ചിങ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സങ്കീർണമായിട്ടൊരു പ്രക്രിയയാണ്. ഇത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഗർഭാശയ ആവരണത്തിനുണ്ടാകുന്ന നീർക്കെട്ട്, ഗർഭാശയ ആവരണത്തിന് ഉണ്ടാകുന്ന ക്ഷതങ്ങളൊക്കെ നമ്മുടെ ഈ ആവരണത്തിൻ്റെ പ്രവർത്തനക്ഷമതയെ നമ്മൾ ബാധിക്കും. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ മെഡിക്കൽ അബോർഷനുകൾ, ഗുളിക കഴിച്ച് അബോർഷനൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഗർഭപാത്രത്തിൻ്റെ ആവരണത്തെയും ട്യൂബിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുമെന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അണ്ടത്തെയും ബീജത്തെയും നമ്മൾ എങ്ങനെയാണ് വെളിയിൽ സംയോജിപ്പിക്കാൻ സാധിക്കുന്നത് നാം വ്യക്തമായിട്ട് ഓർക്കണം. എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി, സ്വാമി ഇനി ആ ടെസ്റ്റ് ട്യൂബ് എന്നെ ഒന്ന് കാണിക്കാമോ, ഭ്രൂണം വളരുന്ന ആ ടെസ്റ്റ് ട്യൂബ്. അദ്ദേഹം വിചാരിച്ചിരുന്നത് ടെസ്റ്റ് ട്യൂബിനുള്ളിലാണ് കുഞ്ഞ് വളരുന്നതെന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ ഈ അണ്ടത്തെ വെളിയിലെടുത്ത് നമ്മൾ ഈ പടത്തിൽ കാണുന്നത് പോലെ പുരുഷ ബീജവുമായി വെളിയിൽ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗർഭപാത്രത്തിൻ്റെ ആവരണത്തിൻ്റെയും നമ്മൾ ഈ ട്യൂബിനുള്ളിൽ കാണുന്ന ആവരണത്തിൻ്റെയും അതേ അവസ്ഥ, അവിടെയുള്ള ഊഷ്മാവ്, അവിടെയുള്ള ഹ്യൂമിഡിറ്റി, അവിടെയുള്ള ടെമ്പറേച്ചർ കണ്ടീഷൻസ്, അവിടെയുള്ള ലവണങ്ങളുടെ ലെവലെല്ലാം അതേ രീതിയിൽ അവൈലബിളായിട്ടുള്ള ഫ്ലൂയിഡുകളിലാണ് നമ്മൾ ഈ ഭ്രൂണത്തെ വളർത്തുന്നത്. അവയുടെ നിലവാരം നമ്മുടെ വിജയത്തെ വളരെയേറെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈ ലാബ് കണ്ടീഷനിൽ നമ്മൾ ഇൻക്യുബേറ്റർ, നമ്മൾ ഈ പടത്തിൽ കാണുന്ന ഇൻക്യുബേറ്ററിനകത്താണ് നമ്മൾ ഭ്രൂണത്തെ വളർത്തുന്നത്. ഭ്രൂണം വിഭജിക്കും. ചിലപ്പോൾ 2nd ഡേ അല്ലെങ്കിൽ ചിലപ്പോൾ 3rd ഡേ, ചില കേസുകളിൽ 5ാം ദിവസം വരെ നമ്മളതിനെ വെളിയിൽ വളർത്തിയിട്ടായിരിക്കും ഗർഭാധാനത്തിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വന്ധ്യതാ ചികിത്സ എന്നുള്ളത് വളരെ നൂതനമായിട്ടുള്ള ചികിത്സകളാണ്.
പലപ്പോഴും ആളുകൾ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ ഒരു അവസാന ചികിത്സയായിട്ട് കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത്. സാധാരണ രീതിയിൽ ഗർഭധാരണം ലഭിക്കുന്നില്ല എങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സയ്ക്ക് മുതിരുക. ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ മുതിർന്നത് കൊണ്ട് പിന്നീട് നിങ്ങൾക്ക് നോർമലായി പ്രഗ്നൻസി കിട്ടുകയില്ല എന്നില്ല. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു സംയോജനം ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ അധികം താമസിക്കാതെ ഇത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളിലേക്ക് പോകുന്നത് നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ സഹായിക്കും.